നല്ലൊരു കഥ കേൾക്കാൻ തയ്യാറാണോ കൂട്ടുകാരെ? ഇന്ന് നമ്മുടെ കഥയുടെ പേര് കിളിക്കൂട്. ഒരു കാട്ടിൽ സന്തോഷത്തോടെ രണ്ട് കിളികൾ താമസിച്ചിരുന്നു. റാണിത്തത്തയും ചിന്നുത്തത്തയും. അവർ നല്ല ചങ്ങാതികളായിരുന്നു. ദിവസവും രാവിലെ കൂട് വിട്ട് അവർ ദൂരെ പറന്ന് നാട് ചുറ്റി ആവശ്യത്തിന് ഭക്ഷിച്ച് തിരികെ സന്ധ്യയ്ക്ക് കൂടണയുമായിരുന്നു. ഒരു വൈകുന്നേരം തിരികെ കൂട്ടിലെത്തിയ അവർ ഞെട്ടിപ്പോയി. തങ്ങളുടെ കൂടോ ആ മരമോ അവിടെയില്ല. ഇതാ മുറിച്ചു മാറ്റിയിരിക്കുന്നു. സങ്കടത്തോടെ മുറിച്ച കൊമ്പിലിരുന്ന് തത്തകൾ വിതുമ്പി. ഇനി എന്തു ചെയ്യുമെന്ന് അവർ കൂടിയാലോചിച്ചു. സങ്കടത്തോടെ അവർ വേറെ ഒരു കൂട് പണിയണമെന്ന് നിശ്ചയിച്ചു. അതിനായി നല്ലൊരു മരം തന്നെ കണ്ടെത്താനായി റാണിത്തത്തയും ചിന്നുത്തത്തയും യാത്രയായി. കുറച്ചു ദൂരം പറന്നപ്പോൾ നല്ലൊരു മാവ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഏറെ മാങ്ങ പൂത്തു നിൽക്കുന്ന ആ മാവ് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കിളികളും അണ്ണാറക്കണ്ണനും ആ മരത്തിൽ താമസിക്കുന്നു. റാണിത്തത്തയ്ക്കും ചിന്നുത്തത്തയ്ക്കും സന്തോഷമായി. അവർ മരത്തിൽ നല്ലൊരു ചില്ലയിൽ ഇരിപ്പുറപ്പിച്ചു. ഇവിടെ നല്ലൊരു ഭംഗിയുള്ള കൂടുണ്ടാക്കാം നമുക്ക്. അവർ നല്ലൊരു കൂട് സ്വപ്നം കാണാൻ തുടങ്ങി. ഇനി നമുക്ക് കൂടുണ്ടാക്കാൻ ചില്ലകളും കമ്പുകളും വൈക്കോലും കണ്ടെത്തണം. അതിനായി അവർ പുറപ്പെടാൻ തുടങ്ങിയതും ആകാശം ഇരുണ്ടു, മഴമേഘങ്ങൾ നിറഞ്ഞു. നല്ല കാറ്റും മഴയും വരുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. കമ്പുകൾ ശേഖരിക്കാൻ പോകാൻ അവർക്ക് സമയമില്ല എന്ന് മനസ്സിലാക്കി അവർ ദുഃഖത്തിലായി. ഈ മഴയിലും മാരിയിലും നാം നനഞ്ഞു വിഷമിക്കും. ഒരു കൂടില്ലാതെ ആകെ കുഴയും. അവർ ധർമ്മസങ്കടത്തിലായി നിരാശരായി ആ കൊമ്പിലിരുന്നു. കാർമേഘങ്ങളെ വരവേൽക്കാൻ അപ്പോഴാണ് ആ വഴി ഒരു മയിൽ വന്നത്. മേഘങ്ങളുടെ മേലാപ്പിൽ നൃത്തം വയ്ക്കാനായിരുന്നു മയിലിന്റെ പുറപ്പാട്. അവിടെ എത്തിയ മയിൽ ചിന്നുത്തത്തയെയും റാണിത്തത്തയെയും കണ്ടു. അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞു. അവരുടെ ദുഃഖം കേട്ട് മയിലിന് അതീവ ദുഃഖം സഹിക്കാതെയായി. അവരെ സഹായിക്കാൻ തന്നാൽ ആകുന്ന വിധം എന്തെങ്കിലും ചെയ്യണമെന്ന് മയിലിന് തോന്നി. തൻ്റെ പീലികൾ പൊഴിച്ചു കൊടുത്ത് ഒരു കൂടുണ്ടാക്കാൻ മയിൽ അവരോട് പറഞ്ഞു. പീലികൾ ഓരോന്നായി മയിൽ പൊഴിക്കുമ്പോൾ കിളികൾക്ക് വിഷമമായി. ആ കാഴ്ച കണ്ടു നിൽക്കാൻ അവർക്കായില്ല. അങ്ങനെ ആ പീലികൾ കൊണ്ട് മനോഹരമായ ഒരു കൂട് മഴയെത്തും മുമ്പേ അവർ തയ്യാറാക്കി. ഇത്രയും ഭംഗിയുള്ള കൂട് അവർ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. പീലി പോയ ആ ആൺമയിലിന് ലേശം ഭംഗി കുറഞ്ഞെങ്കിലും തൻ്റെ ശരീരം കൊണ്ട് വേറെ സഹജീവികൾക്ക് ഒരു കൂടുണ്ടാക്കാൻ സാധിച്ചു എന്നോർത്തപ്പോൾ ജീവിതം അർത്ഥമുള്ളതായി മയിലിന് തോന്നി. സന്തോഷമായി. ആ മഴ ദൂരെ നിന്ന് വരും നേരം പീലികൾ ഇല്ലാതെയാണെങ്കിലും ആഹ്ലാദത്തോടെ മയിൽ നൃത്തം വെച്ചു. പുതിയ കൂട്ടിൽ മനസ്സു നിറഞ്ഞിരുന്ന കിളികളും ആ നൃത്തം കണ്ട് ആസ്വദിച്ചു. മയിലിനെ പോലെ കൂടെയുള്ളവരെ സഹായിക്കാൻ നമുക്കും സാധിക്കണം കൂട്ടുകാരെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ?